ഹൗ ടു ഗെറ്റ് റിച്ച് വിത്ത് ദ പവർ ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്ക് ഈ വീഡിയോയുടെ ഇത് പരിശോധിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ മാജിക്കും നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ആവും നമ്മൾ കാണുന്നേയില്ല അല്ലേ? 2-4 ആവുകയും 4-8 ആവുകയും 8-16 ആകുന്ന കാഴ്ചയൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ കണ്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഫിനാൻസ് പരമായി നോക്കുമ്പോൾ ഇത് ഒരിടത്തും കാണുന്നില്ല. ഈ വളർച്ച തൊട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോവനാണ്. കുഞ്ചാക്കോവൻ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയിട്ട് അമ്മയോടും അച്ഛനോടും പറയുന്നു, ഞാനിങ്ങനെ ഒരു 20,000 രൂപ സേവ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. ഓ, നല്ല കാര്യം, എടുക്കാൻ നീ നന്നായിട്ട് വരട്ടെ എന്ന് അച്ഛൻ പറയുന്നു, അമ്മയും പറയുന്നു. അങ്ങനെ അച്ഛൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബാങ്ക് മാനേജർ നമ്മുടെ സൂണൻ സാറുണ്ട്. സൂണൻ സാർ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കാം. അദ്ദേഹം നമുക്ക് നല്ലൊരു മെത്തേഡ് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അത് മതിയെന്ന് ചോദിക്കുന്നു. അത് മതി നമ്മളൊക്കെ ഇത്രയൊക്കെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റേ ചിട്ടിക്കൊക്കെ ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ട് നീയും ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ മതി എന്ന് പറയുന്നു. കുഞ്ചാക്കോവൻ്റെ ഫാമിലി എങ്ങനത്തെ ഫാമിലിയാണ് നമുക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ? ഒരു ട്രഡീഷണൽ മണി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ചാക്കോവൻ എന്ത് ചെയ്തു? ഈ 20,000 രൂപീസ് ബാങ്കിൽ RD ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അടുത്ത ആൾ ആരാണ്? ആസിഫ് അലിയാണ്. ആസിഫ് അലി വീട്ടിലോട്ട് ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ അച്ഛനോടും അമ്മയോടും ഒക്കെ പിടിച്ചിരുത്തിട്ട് പറയുന്നു, അച്ഛാ അമ്മേ, ഞാനൊരു 20,000 രൂപീസ് ഞാൻ സേവ് ചെയ്യാൻ തീരുമാനിച്ചു. ഓ മിടുക്കൻ, വളരെ നല്ല കാര്യമെന്ന് ആസിഫ് അലിയുടെ പേരൻസും പറയുന്നു. അങ്ങനെ ആസിഫ് അലിയുടെ അച്ഛൻ പറയുന്നു, ഒരു കാര്യം ചെയ്യും മോനെ, നമുക്ക് ബാങ്ക് ഇടാമെന്ന് പറയുന്നു. ബാങ്ക് ഇടാം, അത് നല്ലതാണ്, ഞാനും ഇത്രയൊക്കെ ആയത് ബാങ്ക് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, അത് പറ്റത്തില്ല, എന്ത് വർത്താനം പറയുന്നത്, ബാങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഒക്കെ വില കയറുന്ന കണ്ടില്ല, ഓരോ മാസവും സ്വർണ്ണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വർണ്ണത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ആസിഫ് അലി എന്ത് ചെയ്യുന്നു? ബാങ്ക് പ്ലസ് ഗോൾഡ് എന്ന് പറയുന്നൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ